ഷംന കാസിമിനെ സ്വർണ്ണക്കടത്തിന് പ്രേരിപ്പിച്ചു. അന്വേഷണം കേരളത്തിന് പുറത്തേക്കും. 3 പേർ കൂടി ഉടൻ പിടിയിലാകുമെന്ന കൊച്ചി കമ്മീഷണർ. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. ഓക്കെ, അത് ചെയ്യാം. എല്ലാ ആംഗിൾസ് അന്വേഷിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. ഐസൊലേഷൻ കിടക്കകൾ കൂട്ടും. സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയ്ക്ക് സൗകര്യമൊരുക്കും. കോവിഡ് കൂടുമ്പോൾ ചികിത്സാ പദ്ധതിയിൽ പരിഷ്കാരം. തിരുവനന്തപുരത്ത് സമൂഹ വ്യാപന ആശങ്കയേറി. പരാജയമാണ്, എല്ലാ കാര്യത്തിനും പരാജയം. ഒരു വീട് വരെ ഉണ്ടാക്കിയിട്ടില്ല. കോവിഡ് കവർന്ന സാലിഖിനെ ഒരു നോക്ക് കാണാനാകാതെ ഉറ്റവർ. മരണം നാട്ടിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് എടുത്തിരിക്കെ. വൈറസ് എടുത്ത പ്രവാസി സ്വപ്നങ്ങൾക്ക് ഇനി ആരുണ്ട്? ന്യൂസ് 18 ക്യാമ്പയിൻ. കോഴിക്കോട്ടെ ക്വാറന്റീൻ കേന്ദ്രങ്ങൾ അടച്ചിടേണ്ടി വരില്ല. ക്വാറന്റീൻ കേന്ദ്രങ്ങളിൽ തദ്ദേശ സ്ഥാപന ജീവനക്കാരെ നിയോഗിച്ചു. നടപടി ന്യൂസ് 18 വാർത്തയുടെ അടിസ്ഥാനത്തിൽ. ചൈനയ്ക്ക് ഇന്ത്യയുടെ കടുത്ത മുന്നറിയിപ്പ്. ഇനി പ്രശ്നമുണ്ടാക്കിയാൽ പ്രത്യാഘാതം രൂക്ഷമാകും. കാരുണ്യയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിന്മാറുന്നു. സർക്കാർ നൽകാനുള്ളത് 200 കോടി രൂപ. അടുത്ത മാസം 1 മുതൽ കാരുണ്യയിൽ ചികിത്സയില്ലെന്ന് മാനേജ്മെന്റുകൾ. വെള്ളാപ്പള്ളിക്കെതിരെ കെ മഹേശന്റെ കുടുംബം. അവസാന നാളുകളിൽ വെള്ളാപ്പള്ളിയെ ഭയന്നിരുന്നുവെന്ന് അനന്തരവൻ. ഒരു തവണ ഞാൻ ചോദിച്ചു, നേരിട്ട് ഈ കാര്യം സംസാരിക്കാൻ പോയപ്പോഴത്തേക്കും ചെല്ലാൻ പറ്റില്ല, തകർത്ത് കളയുമെന്നുള്ളതാണ് എൻ്റെ അടുത്ത് മാമൻ പറഞ്ഞത്. വിശദമായ വാർത്തയിലേക്ക്. ഷംന കാസിമിനെ സ്വർണ്ണക്കടത്തിന് പ്രേരിപ്പിച്ചതായ ആരോപണം അന്വേഷിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാഖറെ. മറ്റ് പ്രമുഖർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്നും അന്വേഷിക്കുകയാണ്. 3 പ്രതികൾ കൂടി ഉടൻ പിടിയിലാകുമെന്നും വിജയ് സാഖറെ പറഞ്ഞു. കസ്റ്റഡിയിൽ 4 പേര് കിട്ടി. 2 ഇന്നെ നമുക്ക് അപ്രിയൻഡ് ചെയ്തിട്ടുണ്ട്. 6 പ്രതി നമുക്ക് കിട്ടി. ഇനി 3 ബാക്കിയുണ്ട്. ടീം പോയതാണ് പിടിക്കാൻ വേണ്ടി. പിടിക്കും, അന്വേഷിക്കാം. മാഡം ഇപ്പോൾ വന്നിട്ടില്ല, ഷൂട്ടിങ്ങിലാണ്. വന്നതിന് ശേഷം എടുക്കാം. സ്വർണ്ണ കടത്താൻ പ്രേരിപ്പിച്ചു എന്നുള്ളത് ബാബ, അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. ഓക്കെ, അത് ചെയ്യാം. എല്ലാ ആംഗിൾസ് അന്വേഷിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അന്വേഷിക്കും. പക്ഷെ അതിനെപ്പറ്റി ഇപ്പോൾ എന്നാണ് അത് കൃത്യമായിട്ട് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് ശേഷം എല്ലാവർക്കും പറയാം. ഓക്കെ, ഇപ്പോൾ പറയുമെങ്കിൽ നമുക്ക് മുഴുവൻ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇപ്പോൾ അല്ല. ഇത് ഡെവലപ്പിംഗ് സ്റ്റോറിയാണ്. ആൾക്കാരുടെ കസ്റ്റഡിയിൽ എടുത്തു, 2 ആൾക്ക് പിടിച്ചു. ഇനി 3 പേര് ബാക്കിയാണ്. കുറച്ച് കുട്ടികൾ ഇതുവരെ എത്തിയിട്ടില്ല. കുറച്ച് വിക്ടിംസ് ബാക്കിയാണ്. ഇതെല്ലാവരുടെ വെർഷൻ വെരിഫൈ ചെയ്ത ശേഷം, എവിഡൻസ് ഗ്യാദർ ചെയ്ത ശേഷം നമുക്ക് കൃത്യമായ രീതിയിൽ എന്തെങ്കിലും പറയാൻ പറ്റും. ഇഫ് ഐ ടെൽ സംതിങ് നൗ ഇറ്റ് വിൽ ബി ഇറസ്പോൺസിബിൾ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. ഷംന കാസിം ബ്ലാക്ക്മെയിൽ കേസിൽ പ്രതികളെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകും. കൂടുതൽ പേർ കേസിൽ പ്രതികളാകുമെന്നാണ് സൂചന. സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഷംന കാസിമിനെ വിവാഹ തട്ടിപ്പിൽ കുടുക്കാൻ ശ്രമിച്ച സംഘത്തിന് സംസ്ഥാനത്തൊട്ടാകെ കണ്ണികളുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. 1 വർഷത്തോളമായി പലരെയും ഇവർ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ട്. പെൺവാണിഭം, പണം തട്ടിയെടുക്കൽ തുടങ്ങിയവയാണ് സംഘത്തിന്റെ പ്രവർത്തന രീതി. സ്വർണ്ണക്കടത്തിലേക്ക് ചുവടുവെക്കുന്നതിന്റെ ഭാഗമായാണ് പെൺകുട്ടികളെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ച് തടവിൽ പാർപ്പിച്ചത്. കെണിയിൽ വീണ ചിലർ സംഭവം പുറത്തറിയിച്ചതായി വിവരം ലഭിച്ചതോടെയാണ് സംഘം പദ്ധതി ഉപേക്ഷിച്ചത്. പാലക്കാടിന് പുറമെ തൃശൂരും സംഘം പെൺകുട്ടികളെ പാർപ്പിച്ചിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർ ഷംന കാസിമിനെ കെണിയിൽ വീഴ്ത്താൻ ശ്രമിച്ചതിന്റെ കാരണം സംബന്ധിച്ചും പോലീസിന് ചില സംശയങ്ങളുണ്ട്. ന്യൂസ് 18 കൊച്ചി. രോഗികൾ കൂടിയതോടെ കോവിഡ് ചികിത്സാ ആക്ഷൻ പദ്ധതി പരിഷ്കരിച്ച സംസ്ഥാന സർക്കാർ. കൂടുതൽ ഐസൊലേഷൻ കിടക്കകൾ അടക്കം ഉൾപ്പെടുത്തിയാണ് പരിഷ്കരണം. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വകാര്യ ആശുപത്രികളെയും കോവിഡ് ചികിത്സയുടെ ഭാഗമാക്കും. കോവിഡ് ചികിത്സ ആക്ഷൻ പദ്ധതിയിൽ പ്ലാൻ എയിലാണ് ഇപ്പോഴും കേരളം. എല്ലാ ജില്ലകളിലുമായി 29 കോവിഡ് ആശുപത്രികളും 29 കോവിഡ്
ഫസ്റ്റ് ലൈൻ സെന്ററുകളുമുണ്ട്. 29 കോവിഡ് ആശുപത്രികളിൽ മാത്രം 8537 ഐസൊലേഷൻ കിടക്കകളും 872 ICUവും 482 വെന്റിലേറ്ററുകളുമാണ് ഉള്ളത്. ഫസ്റ്റ് ലൈൻ സെന്ററുകളിൽ 3180 കിടക്കകളുണ്ട്. നിലവിൽ മറ്റ് സർക്കാർ ആശുപത്രികളും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നതിനാൽ 482 രോഗികൾ മാത്രമാണ് ഫസ്റ്റ് ലൈൻ സെന്ററുകളിൽ കഴിയുന്നത്. രോഗികൾ കൂടിയാൽ അടുത്ത ഘട്ടത്തിലേക്ക് കേരളത്തിന് കടക്കേണ്ടി വരും. ഇപ്പം കേരളം എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി എന്തായാലും രോഗികളുടെ എണ്ണം കൂടുന്ന സമയത്ത് ആശുപത്രി സൗകര്യങ്ങൾ കൂട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ABC എന്നൊരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വകാര്യ ആശുപത്രികൾ കൂടി ഇൻവോൾവ് വെച്ചുകൊണ്ട് ഇപ്പൊ 29 FLTCs അതായത് ഫസ്റ്റ് ലെവൽ ട്രീറ്റ്മെന്റ് സെന്റേഴ്സും കോവിഡ് കെയർ ഹോസ്പിറ്റൽസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് 175 വരെ വർദ്ധിപ്പിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് അത് കാസ്കേഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്ലാൻ ബിയിൽ 71 സർക്കാർ ആശുപത്രികളും 55 സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടും. പ്ലാൻ സിയിൽ 81 സർക്കാർ ആശുപത്രികളും 41 സ്വകാര്യ ആശുപത്രികളും ചികിത്സയ്ക്ക് ഉപയോഗിക്കും. പ്ലാൻ B-C എന്നിവയിൽ 171 കോവിഡ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാകും. 15,975 കിടക്കകളും ഫസ്റ്റ് ലൈൻ കേന്ദ്രങ്ങളിൽ ഒരുക്കി കഴിഞ്ഞു. രോഗികൾ കൂടുന്നതിനനുസരിച്ച് പ്ലാൻ ബിയിലേക്ക് പോകേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിൽ കോവിഡ് സമൂഹ വ്യാപന ആശങ്ക വർദ്ധിക്കുന്നു. ഇന്നലെ 5 പേർക്ക് കൂടി സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചതാണ് ആശങ്ക വർദ്ധിക്കാൻ കാരണം. ഉറവിടം അറിയാത്ത രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും. സമൂഹ വ്യാപന സാധ്യത നിലനിൽക്കുന്ന തിരുവനന്തപുരം നഗരത്തിൽ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഇന്നലത്തെ കോവിഡ് കണക്കുകൾ. 5 പേർക്ക് കൂടി സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. ചികിത്സയിലുള്ള ഓട്ടോ ഡ്രൈവറുടെ ബന്ധുക്കളായ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. VSSC ജീവനക്കാരനായ മണക്കാട് സ്വദേശിയും റിട്ടയർഡ് ഉദ്യോഗസ്ഥനുമായ വള്ളക്കടവ് സ്വദേശിയുമാണ് കോവിഡ് സ്ഥിരീകരിച്ച മറ്റ് 2 പേർ. ഈ 2 പേർക്കും എവിടെ നിന്നാണ് രോഗം പകർന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. VSSCയിലെ 12 ജീവനക്കാരെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ഉറവിടമറിയാത്ത രോഗബാധിതർ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഉടൻ തീരുമാനമുണ്ടാകും. നിലവിൽ നഗരത്തിലെ പ്രധാന മാർക്കറ്റുകളും മാളുകളും കേന്ദ്രീകരിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സമ്പർക്കത്തിലൂടെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണായ മണക്കാട് കനത്ത ജാഗ്രത പുലർത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി മണക്കാട് കേന്ദ്രീകരിച്ചുള്ള സ്രവ പരിശോധനയും പ്രതിരോധ പ്രവർത്തനങ്ങളും കൂടുതൽ കർശനമാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 99 ലക്ഷത്തിലേക്ക്. ഇതുവരെ 4,95,000 പേർ മരിച്ചു. 24 മണിക്കൂറിനിടെ 1,90,000-ത്തിലധികം പേർക്ക് രോഗം. അമേരിക്കയിലും ബ്രസീലിലും 45,000-ത്തിലധികം പുതിയ കേസുകൾ. പുതിയ രോഗബാധിതരിലേറെയും യുവാക്കൾ. അമേരിക്കയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കോവിഡിനെ കൂട്ടായി പ്രതിരോധിച്ചില്ലെങ്കിൽ അമേരിക്കയിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് വിദഗ്ധർ. മുന്നറിയിപ്പ് അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം 1/4 കോടി പിന്നിട്ട സാഹചര്യത്തിൽ. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5 ലക്ഷത്തിലേക്ക്. പ്രതിദിനം 15,000-ത്തിലധികം പേർക്ക് പുതുതായി രോഗം. തമിഴ്നാട്ടിലും ഡൽഹിയിലും സ്ഥിതി ഗുരുതരം. കണ്ണൂരിൽ കോവിഡ് മുക്തനായ പാപ്പിനിശ്ശേരി സ്വദേശി കുഞ്ഞിരാമൻ മരിച്ചു. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായതിനാൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. നിരീക്ഷണത്തിലിരിക്കെ അച്ഛനും മകനും ഇറങ്ങി നടന്ന കായംകുളത്ത് അതീവ ജാഗ്രത. പിതാവിന്റെ പരിശോധനാ ഫലം ഇന്നോ നാളെയോ വരും. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന്. കോവിഡ് മൂലം ഉക്രൈനിൽ കുടുങ്ങിയ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ചു. 300-ലധികം വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരിയിലെത്തി. വിദ്യാർത്ഥികൾ എത്തിയത് ഉക്രൈനിൽ നിന്നുള്ള ആദ്യ ചാർട്ടേഡ് വിമാനത്തിൽ. നയവും തന്ത്രവും മാറ്റി ചൈന. ശരിക്കും ലക്ഷ്യമിട്ടത് ബ്രഹ്മപുത്ര തീരമോ? കാണുക ന്യൂസ് 18 ഇന്ത്യ ഞായർ രാവിലെ 9:30-നും രാത്രി 7:30-നും. പ്രതിസന്ധികൾ മറികടന്ന് കേരളത്തിൽ മടങ്ങിയെത്തിയാലും പ്രവാസികളുടെ ദുരിതം അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒമാനിൽ നിന്നെത്തിയ തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിനി സന്ധ്യയ്ക്ക് ക്വാറന്റീൻ ലഭ്യമാകാതെ ടാക്സിയിൽ കഴിയേണ്ടി വന്നത് മണിക്കൂറുകളാണ്. പോലീസ് അപമര്യാദയായി പെരുമാറിയെന്നും സന്ധ്യ പരാതിപ്പെടുന്നു.
സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം PPE കിറ്റ് ധരിച്ച് വ്യാഴാഴ്ചയാണ് പൂജപ്പുര സ്വദേശിനി സന്ധ്യ ഒമാനിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. ടാക്സിയിൽ രാത്രി 8:30യോടെ പൂജപ്പുരയിലെത്തി. സ്വന്തം വീട്ടിൽ ക്യാൻസർ ബാധിതയായ അമ്മ ഉള്ളതിനാൽ പൂജപ്പുര നേതാജി നഗറിലുള്ള വാടക വീട്ടിലാണ് ക്വാറന്റൈൻ സംവിധാനം ഒരുക്കിയിരുന്നത്. എന്നാൽ വാടക വീടിന് സമീപത്തുള്ളവരുടെ പ്രതിഷേധം കാരണം സന്ധ്യ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് അപമര്യാദയായി പെരുമാറിയെന്നും മണിക്കൂറുകളോളം കാറിലിരുത്തിയെന്നും സന്ധ്യ പറയുന്നു. തുടർന്ന് അർദ്ധരാത്രിയിലാണ് സർക്കാർ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഒരു സ്ത്രീ എന്നുള്ള പരിഗണന, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇത്രയും സമയമായി കാറിലിരിക്കുന്നു, ഞാൻ കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു, ഒരു പരിഗണനയും തരാതെ വളരെ മോശമായിട്ടാണ് എന്നോട് പെരുമാറിയതും ചീത്ത വിളിക്കുകയും പിന്നെ എൻ്റെ കൂടെ വന്ന ഡ്രൈവറിനെ നിങ്ങൾ എന്തിനാ ഇവരെയും കൊണ്ട് ഇവിടെ വരാൻ കാരണമെന്ന് പറഞ്ഞ് ഡ്രൈവറെ പോലും ചീത്ത പറഞ്ഞു. പിന്നെ എനിക്കൊന്ന് വാഷ്റൂമിൽ പോലും പോകാൻ പറ്റില്ല. കാരണം ഉച്ചയ്ക്ക് ഞാൻ എയർപോർട്ടിൽ നിന്ന് കയറിയ ഞാൻ അപ്പം തന്നെ ഏകദേശം 11:30 എനിക്കൊന്ന് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത വളരെ ദയനീയമായ ഒരവസ്ഥയാണ് എനിക്ക് അന്നേരം ഉണ്ടായത്. സന്ധ്യയുടെ ആരോപണം പൂജപ്പുര പോലീസ് നിഷേധിച്ചു. അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ക്വാറന്റൈൻ സൗകര്യമൊരുക്കാൻ വൈകിയതെന്നുമാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് കവർന്ന പ്രവാസി സ്വപ്നങ്ങൾ. നാട്ടിലേക്ക് തിരിച്ചു വരാനിരിക്കെയാണ് വളാഞ്ചേരി കാരേക്കാട് സ്വദേശി മുഹമ്മദ് സാലിഖ് 19-ാം തീയതി ദുബായിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. പരിശോധനയിൽ കോവിഡ് പോസിറ്റീവായതിനാൽ അവസാനമായി ഒന്ന് കാണാൻ പോലും വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. അവസ്ഥ പറഞ്ഞാൽ അവരും ഈ മക്കളും ഒരു റൂമിലുണ്ട്, ഞാൻ ഈ റൂമിലുണ്ട്, ഭാര്യ അപ്പുറത്തുണ്ട്, എല്ലാവരും വീണ് കിടക്കുക, എല്ലാവരും ഒളിച്ച് കിടക്കുക. അതേന അവസ്ഥ. ഉള്ളിലുള്ള സങ്കടം ഇടയ്ക്ക് ഇടറി പുറത്തു വരും. കണ്ണടയ്ക്കപ്പുറത്ത് കണ്ണീർ നിറയുന്നത് ആരും കാണുന്നില്ലെന്ന് സ്വയം ആശ്വസിക്കും. സാലിഖിൻ്റെ 3 പെൺമക്കളെ ചേർത്ത് നിർത്തുമ്പോൾ മൊയ്തീൻ കുട്ടിക്കയുടെ നെഞ്ച് തകരുകയാണ്. പരാജയമാണ്, എല്ലാ കാര്യത്തിലും പരാജയം. ഒരു വീട് വരെ ഉണ്ടാക്കിയിട്ടില്ല, കാലം വരെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല. ജോലിക്ക് എന്തെങ്കിലും പോയി എന്തെങ്കിലും ബാക്കി ആയെങ്കിലല്ലേ ഒരാളിലെല്ലാവരും ഇതാക്കിയിട്ട് കുട്ടികൾക്ക് പെണ്ണ് വരെ വാങ്ങി വെച്ചിരിക്കണം. നാട്ടിൽ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന മുഹമ്മദ് സാലിഖ് രക്ഷപ്പെടാനുള്ള അവസാന വഴിയായാണ് ഗൾഫിലെ ജോലി തേടലിനെ കണ്ടത്. ഒരു കമ്പനിയിൽ ജോലി ഏറെക്കുറെ ശരിയായ സമയത്താണ് കോവിഡ് പടർന്നത്. നാട്ടിലേക്ക് മടങ്ങിപ്പോയി പിന്നീട് തിരിച്ചു വരാൻ കമ്പനി നിർദ്ദേശിച്ചു. ജൂൺ 25-നുള്ള വിമാനത്തിൽ ടിക്കറ്റെല്ലാം ഏതാണ്ട് ശരിയായിരുന്നു. അപ്പോഴാണ് താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ സാലിഖിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രക്തസമ്മർദ്ദം കൂടി തലയിലെ ഞരമ്പ് പൊട്ടിയിരുന്നു. പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് ആവുകയും ചെയ്തു. 6 ദിവസത്തിനു ശേഷം ചികിത്സകൾ വിഫലമാക്കി സാലിഖ് മരിച്ചു. അൽഖൂസ് ഖബറിസ്ഥാനിൽ സാലിഖിനെ അടക്കുമ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാനാകാതെ, ഒരു പിടി മണ്ണ് വാരിയിടാനാകാതെ പ്രിയപ്പെട്ടവർ ഇവിടെ തകർന്നിരിക്കുകയായിരുന്നു. ഒരു മരുഭൂമിയിൽ നമ്മൾ എന്താ പറയുക, നായ്ക്കളൊക്കെ തച്ചൊന്നും കൊണ്ടുവച്ചായിരുന്നു, കണ്ടാലറിയാം ഫോട്ടോ. ജീവിതം തേടി മണലാരണ്യത്തിൽ പോയ സാലിഖ് ആ മണൽത്തരികളിലൊന്നായി. ഇനി അത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഇവർക്ക്. അഖിലൂട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ലഭ്യമല്ലാത്തതിനാൽ ക്വാറന്റീൻ കേന്ദ്രങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ നിയമിച്ച കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ജീവനക്കാർക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. ആവശ്യത്തിന് സന്നദ്ധ പ്രവർത്തകർ ഇല്ലാത്തതിനാൽ കോഴിക്കോട് നഗരത്തിലെ നിരവധി ക്വാറന്റീൻ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയിരുന്നു. മടങ്ങിവരുന്ന പ്രവാസികൾക്ക് സ്വന്തം തദ്ദേശ സ്ഥാപന പരിധിയിൽ ക്വാറന്റൈൻ സൗകര്യം ഒരുക്കണമെന്നാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ A. സാംബശിവറാവുവിന്റെ ഉത്തരവ്. സന്നദ്ധ പ്രവർത്തകർ ലഭ്യമല്ലാത്തത് കാരണം കോർപ്പറേഷൻ പരിധിയിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ പലതും അടച്ചുപൂട്ടിയ സാഹചര്യത്തിലാണ് ഉത്തരവ്. ഇവിടെ സേവന പ്രവർത്തനങ്ങൾക്കായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. സേവനത്തിനെത്തുന്നവർക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ഹെൽത്ത് ഓഫീസർമാർ ലഭ്യമാക്കണം. ക്വാറന്റീൻ കേന്ദ്രങ്ങളുടെ നടത്തിപ്പിന് തദ്ദേശ സ്ഥാപന മേധാവികൾ ചെയർമാനായി മാനേജ്മെന്റ് കമ്മിറ്റിയെ നിശ്ചയിക്കണമെന്നും കലക്ടറുടെ ഉത്തരവിൽ പറയുന്നു. സന്നദ്ധ പ്രവർത്തകരെ ലഭിക്കാത്തതിന്റെ പ്രതിസന്ധി പുതിയ തീരുമാനത്തിലൂടെ മറികടക്കാനാകുമെന്ന് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ വ്യക്തമാക്കി. അപ്പോൾ കുറച്ച് ആൾക്കാരെ മാത്രം നോക്കാനുള്ള സമയത്ത് നമുക്ക്
പ്രശ്നങ്ങൾ കുറവായിരിക്കും. നോക്കുന്നതിന് അതുപോലെ തന്നെ കുറഞ്ഞ ആൾക്കാർ മതി. ഈ തരത്തിലുള്ള ഒരു സെൻട്രലൈസ്ഡ് ഫെസിലിറ്റിയുടെ ആവശ്യം വരുന്നില്ല. നഗരങ്ങളിലെ ക്വാറന്റൈൻ സൗകര്യം ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രവാസികളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ കളക്ടറുടെ അടിയന്തര ഉത്തരവ്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. പ്രവാസി വിഷയത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ ദേശാഭിമാനി മുഖപ്രസംഗം. വി മുരളീധരൻ കേരളത്തിന് ബാധ്യതയാകരുതെന്നും കേരളത്തെ സഹായിക്കുന്ന ഒന്നും വി മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നുമാണ് വിമർശനം. കേരളത്തെ ഉപദ്രവിക്കാനാണ് കേന്ദ്രമന്ത്രിയുടെ ശ്രമമെന്നും മുഖപ്രസംഗത്തിൽ ദേശാഭിമാനി കുറ്റപ്പെടുത്തുന്നു. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ആലപ്പുഴ കണിച്ചുകുളങ്ങരയിൽ ആത്മഹത്യ ചെയ്ത SNDP നേതാവ് KK മഹേഷിന്റെ കുടുംബം വെള്ളാപ്പള്ളി നടേശനും മാനേജർ KL അശോകനുമെതിരെ മൊഴി നൽകി. കേസിൽ കുടുക്കിയതും SNDP യോഗത്തിൽ നിന്ന് അപകീർത്തിപ്പെടുത്തി പുറത്താക്കാൻ ശ്രമിച്ചതും ഇരുവരുമാണെന്നാണ് മൊഴി. അവസാന നാളുകളിൽ മഹേഷൻ വെള്ളാപ്പള്ളിയെ ഭയന്നിരുന്നതായി അനന്തരവൻ MS അനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. KK മഹേഷിന്റെ മക്കളായ ഇബിനു കൃഷ്ണൻ, ഹരികൃഷ്ണൻ, മരുമകൾ ഡോക്ടർ ആതിര, അനന്തരവൻ MS അനിൽകുമാർ എന്നിവരുടെ മൊഴിയാണ് മാരാരിക്കുളം CIയുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തിയത്. മരണത്തിന് പിന്നിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മാനേജർ KL അശോകനുമാണെന്ന് കുടുംബം ആവർത്തിച്ചു. അശോകനെ ചേർത്തല SNDP യൂണിയന്റെ നേതൃനിരയിലേക്ക് എത്തിക്കാനായിരുന്നു നീക്കം. അബ്കാരി ഇടപാടുകളിൽ മഹേഷിനെ ബിനാമിയാക്കി അശോകൻ പണമുണ്ടാക്കി. കേസുകൾ മാത്രമായിരുന്നു മിച്ചം. എല്ലാം വെള്ളാപ്പള്ളിയുടെ അറിവോടെയാണെന്നും മൊഴിയിൽ പറയുന്നു. അവസാന നാളുകളിൽ വെള്ളാപ്പള്ളിയെ KK മഹേശൻ വല്ലാതെ ഭയന്നിരുന്നതായി അനന്തരവൻ MS അനിൽകുമാർ പറഞ്ഞു. ഒരു തവണ ഞാൻ ചോദിച്ചു, നേരിട്ട് ഇക്കാര്യം സംസാരിക്കാൻ പോയപ്പോഴത്തേക്കും ചെല്ലാൻ പറ്റില്ല, തകർത്ത് കളയുമെന്നുള്ളതാണ് എൻ്റെ അടുത്ത് മാമൻ പറഞ്ഞത്. അത് പറഞ്ഞില്ല, ചെല്ലാൻ പറ്റില്ല, തകർത്ത് കളയും എന്നുള്ളത് മാത്രമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല, തകർത്ത് കളയും. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് പോലീസിനുള്ളിൽ വലിയ ഗൂഢാലോചന നടന്നു. ക്രൈംബ്രാഞ്ച് തലത്തിൽ നടന്ന ഗൂഢാലോചനയെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. ക്രൈംബ്രാഞ്ചിലെ ചില ആളുകളുമായി ബന്ധപ്പെട്ട്, ഇവിടെ KL അശോകനും ക്രൈംബ്രാഞ്ചിലെ പല ആളുകളുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് KK മഹേശൻ മാത്രം പ്രതിയാകാനുള്ള തരത്തിലേക്കുള്ള മൊഴികൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ കുടുംബം നീതി ലഭിക്കും വരെ പോരാടുമെന്നും വ്യക്തമാക്കുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. 21ാം ദിവസവും ഇന്ധനവില വർദ്ധിപ്പിച്ച എണ്ണ കമ്പനികൾ. പെട്രോളിന് 25 പൈസയും ഡീസലിന് 20 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 21 ദിവസം കൊണ്ട് പെട്രോൾ വിലയിൽ 9 രൂപ 13 പൈസയും ഡീസലിന് 10 രൂപ 42 പൈസയുമാണ് കൂട്ടിയത്. വരുമാന നഷ്ടം നികത്താൻ ഇന്ധനവില ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് എണ്ണ കമ്പനികളുടെ നിലപാട്. കോട്ടയത്തെ വൈദികന്റെ ആത്മഹത്യയിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സംഭവ ദിവസം പള്ളിയിൽ അപരിചിതർ വന്നിരുന്നതായി പരാതിയിൽ പറയുന്നു. വൈദികനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത തെറ്റായ പ്രചാരണം നടത്തുകയാണെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. കോട്ടയം പുന്നത്തുറ പള്ളിയിലെ വൈദികൻ ഫാദർ ജോർജ് എട്ടുപറയിൽ മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാട്ടുന്നത്. സംഭവ ദിവസം പള്ളിയിൽ അപരിചിതർ വന്നിരുന്നു. വൈദികൻ ആത്മഹത്യ ചെയ്യില്ലെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ഈ അച്ഛൻ മിസ്സിംഗ് ആവുന്ന സമയവും 11 മണി മുതൽ മിസ്സിംഗ് ആവുന്നു. 9:30 ഈ ആൾ വരുന്നു. വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ആപ്പയല്ലാത്ത പെട്രോൾ ടൈപ്പുള്ള പഴയ മോഡൽ ചെറിയ ഓട്ടോറിക്ഷയിൽ ഇതുപോലെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറകിൽ 2 പുരുഷന്മാരും സ്ത്രീയുമായി ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ഈ സ്ത്രീയോട് തന്നെ അല്ലെങ്കിൽ സമീപത്തുള്ള ആൾക്കാരോട് ഇങ്ങനെ വഴി ചോദിച്ചു. മരണം നടന്ന ദിവസം സഹോദരിയോട് സംസാരിച്ചിരുന്നു. ഭക്ഷണം ഒരുക്കി വെക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടതാണ്. എന്നിട്ടും ആത്മഹത്യ ചെയ്തു എന്നത് വിശ്വസിക്കാനാവില്ല. 4:30 ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത പള്ളിയിൽ വരുന്നുണ്ട്. അതിനുശേഷം ചേച്ചിയെ ഞാൻ അതുവഴി തിരിച്ചു വരുമ്പോൾ 1 മണിക്കൂർ കൂടുതൽ താമസം വരികയില്ല. അതിനുശേഷം ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് വരും. കപ്പയും മീൻ വറുത്തതും കരുതി വെക്കണം എന്ന് പ്രത്യേകമായി ചേച്ചിയോട് പറഞ്ഞു. സഭയിലെ വൈദികർ ആത്മഹത്യ ചെയ്യുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നു. ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട സമരത്തിനൊരുങ്ങുകയാണിവർ. ന്യൂസ് 18 കോട്ടയം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിന്മാറുന്നു. കഴിഞ്ഞ വർഷത്തെ 200 കോടി രൂപ കുടിശ്ശിക ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പിന്മാറ്റം. സംസ്ഥാനത്തെ 41 ലക്ഷം കുടുംബങ്ങളുടെ സൗജന്യ ചികിത്സാ സഹായത്തെ ഇത് ബാധിക്കും.
കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ നൽകിയ ഇനത്തിൽ സംസ്ഥാനത്തെ 188 സ്വകാര്യ ആശുപത്രികൾക്ക് 200 കോടി രൂപ കുടിശ്ശിക ലഭിക്കാനുണ്ടെന്നാണ് പരാതി. ഇത് ലഭിക്കാതെ പദ്ധതിയുമായി സഹകരിക്കേണ്ടതില്ലെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. അടുത്ത മാസം 1 മുതൽ നടപ്പാക്കുന്ന പുതിയ പദ്ധതിയുടെ വ്യവസ്ഥകളും സ്വകാര്യ ആശുപത്രികൾക്ക് സ്വീകാര്യമല്ല. ഈ വ്യവസ്ഥകൾ പ്രകാരം ചികിത്സാ ചെലവ് പോലും ആശുപത്രികൾക്ക് കിട്ടില്ലെന്ന് അസോസിയേഷൻ പറയുന്നു. ഈ തുടങ്ങുന്ന പുതിയ സ്കീമിലെ പാക്കേജ് റേറ്റ് വളരെ വയബിൾ അല്ലാത്ത റേറ്റാണ് ഈ ക്യാപ്സിലുള്ളത്. അതിലൊരു മാറ്റം വരുത്തി കോസ്റ്റെങ്കിലും മീറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക്, ചെലവുകളെങ്കിലും വരാവുന്ന തരത്തിലേക്കുള്ള ഈ റേറ്റ് മാറ്റം വരുത്തി പുതിയ ഒരു തരത്തിലുള്ള ഈ സ്കീമിൽ പുതിയൊരു തരത്തിലുള്ള പാക്കേജ് റേറ്റ് കൊണ്ടുവന്ന് നിലവിലുള്ള കുടിശ്ശികൾ മുഴുവൻ സ്വകാര്യ ആശുപത്രികൾ തന്നതിന് ശേഷം മാത്രമേ ഈ സ്കീമുമായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ജൂലൈ 1 മുതൽ പദ്ധതി പ്രകാരം ചികിത്സ നൽകില്ലെന്നാണ് സ്വകാര്യ ആശുപത്രികളുടെ നിലപാട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് പദ്ധതിയുടെ വിഹിതമടയ്ക്കേണ്ടത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമടയ്ക്കാത്തതിനാൽ കേന്ദ്ര സർക്കാർ പ്രീമിയം അടയ്ക്കുന്നില്ലെന്നാണ് ഇൻഷുറൻസ് കമ്പനി പറയുന്നത്. എൻ ശ്രീനാഥ്, ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ പായം പഞ്ചായത്തിൽ മരിച്ച സ്ത്രീയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തതായി ആരോപണം. കഴിഞ്ഞ മാർച്ച് 9 മരിച്ച കൗസു എന്ന സ്ത്രീയുടെ വാർദ്ധക്യകാല പെൻഷനായ 6100 രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവായ ഇരിട്ടി റൂറൽ ബാങ്ക് കളക്ഷൻ ഏജന്റിനെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയുള്ള ബാങ്കിൽ നടന്ന പെൻഷൻ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ മരിച്ച സ്ത്രീയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നതായി കണ്ണൂർ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ആരോപിച്ചു. ആരോഗ്യമന്ത്രിയുടെ ബന്ധുവും സംഘവുമാണ് പണം ഒപ്പിട്ട് വാങ്ങിയതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസൻ കുറ്റപ്പെടുത്തി. സംഭവത്തിൽ കോൺഗ്രസും BJPയും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓട്ടോ ഓടിച്ച് അരി മേടിച്ചിരുന്നവർക്ക് ഒരു ദിവസത്തെ നഷ്ടം 58,70,45,844 രൂപ. ടാക്സി ഓടിച്ച കുടുംബം പോറ്റിയിരുന്നവർക്ക് ഒറ്റ ദിവസത്തെ നഷ്ടം 40,47,00,000 രൂപ. ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും 26,232 ചെറുപ്പക്കാർ ഇനി എന്തു ചെയ്യണം? പണിയെവിടെ, പണമെവിടെ? സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇന്ന് രാത്രി 9:30. ലഹരി വിരുദ്ധ ദിനത്തിൽ കോട്ടയത്ത് വ്യത്യസ്തമായി മോക്ക് ഡ്രിൽ. കെട്ടിടത്തിന് മുകളിൽ നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയായിരുന്നു മോക്ക് ഡ്രിൽ. KCBC മദ്യവിരുദ്ധ സമിതിയാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ മോക്ക് ഡ്രിൽ നടത്തിയത്. ഇങ്ങനെ ഒരു മോക്ക് ഡ്രിൽ നേരത്തെ കണ്ടിട്ടുണ്ടാവില്ല. അതും മദ്യത്തിനെതിരായ പ്രചാരണത്തിന്റെ ഭാഗമായി. പാലായിലെ തിരക്ക് പിടിച്ച നഗരമധ്യത്തിലാണ് ആത്മഹത്യാ നാടകം അരങ്ങേറിയത്. സമീപ കാലയളവിൽ തന്നെ ഒട്ടേറെ അപകട മരണങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ തന്നെ ഈ മദ്യവും ലഹരി വസ്തുക്കളും മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ലഹരി വിരുദ്ധ ദിനത്തിൽ തന്നെ ഈ വിപത്തുകൾക്കെതിരെ ഒരു മുന്നറിയിപ്പ് നൽകുക, ഒരു സൂചന നൽകുക എന്നുള്ള വ്യക്തമായ സതുദ്ദേശത്തോടു കൂടിയാണ് KCBC മദ്യവിരുദ്ധ സമിതി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെയാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. KCBC മദ്യവിരുദ്ധ സമിതി യൂണിറ്റ് അംഗം ജോയി ചോലക്കണ്ടമാണ് മദ്യപിന്റെ റോളിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇടം നേടിയത്. വിവിധ സർക്കാർ വകുപ്പുകളും മോക്ക് ഡ്രില്ലിന് സഹായവുമായെത്തി. ന്യൂസ് 18 കോട്ടയം. ഒരു കപ്പ് വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം കാണാം. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്